ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, 2 ആഴ്ച കൂടുതൽ നമ്മുടെ വാഹനം ഓടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ചാർജ് കുറവുണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് വണ്ടി ഓടുന്ന ഇടയിൽ വണ്ടി ചാർജ് കയറിക്കോളും. ഇനി അഥവാ നമ്മൾ വണ്ടി സ്റ്റാർട്ടാകാൻ നോക്കി സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് ആയിരിക്കാം. അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാവുന്നതുള്ളൂ. തള്ളിയിട്ടും സ്റ്റാർട്ടായില്ലെങ്കിൽ ബാറ്ററി അയച്ച് റീചാർജ് ചെയ്യുക. അതുമാതിരി തന്നെ ഡീസൽ വണ്ടി തള്ളി സ്റ്റാർട്ടാകാതെ ഇരിക്കുന്നതായിരിക്കും ബുദ്ധി. അതിൻ്റെ ബാറ്ററി അയച്ചു കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജമ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ബാറ്ററി ജമ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനം ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉൾഭാഗം ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പഴയ നമ്മൾ ഉപയോഗിച്ച ബിസ്ക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ചിലപ്പോൾ കിടന്ന് സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എല്ലാ ഡോറും തുറന്നിട്ട് ഒന്ന് സ്മെല്ലൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പ് ആ കീയിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ വല്ലതും പുരട്ടിയതിന് ശേഷം അതിൽ ഇടുക. കാരണം എന്ന് വെച്ചാൽ ഇത്ര നാൾ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ അത് സ്റ്റക്കായി കീ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുമാതിരി തന്നെ ഡോറിൻ്റെ ഹിഞ്ചസിലൊക്കെ ഇതുമാതിരി ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഡോർ സ്റ്റക്കാനുള്ള ചാൻസ് കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ ഗ്രീസ് കയ്യിലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉള്ള വാസലിൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വാസലിൻ ഒരു പെട്രോളിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് വാസലിൻ ഈ ഹിഞ്ചസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വണ്ടി നമ്മൾ ജനറൽ ചെക്കപ്പ് ചെയ്യുക സെൽഫായിട്ട്. അതായത് എൻജിൻ ഓയിലുണ്ടോ, കൂളൻ്റുണ്ടോ, ബ്രേക്ക് ഫ്ലൂയിഡ്, അതുമാതിരി തന്നെ ടയറിൽ എയറുണ്ടോ, എൻജിൻ റൂം തുറന്നിട്ട് വല്ല വയറിങ് കട്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഇത്ര നാൾ വാഹനം അനങ്ങാതെ കിടന്നുകൊണ്ട് ചിലപ്പോൾ എലിയൊക്കെ വന്നിട്ട് വയറിങ് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടി ഒരു 5-10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് വാർണിംഗ് ലൈറ്റ് വല്ലതും കത്തുന്നുണ്ടോ എന്ന് ഡിസ്പ്ലേയിലൊന്ന് ശ്രദ്ധിക്കുക. അഥവാ വല്ല വാർണിംഗ് ലൈറ്റ് കത്തുകയാണെങ്കിൽ അത് എന്തിൻ്റെ വാർണിംഗ് ആണെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചിട്ട് വണ്ടി അങ്ങോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ വല്ല എൻജിനിൻ്റെ വാർണിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എലിയൊക്കെ കടിച്ചിട്ട് വയർ കട്ടായ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വാർണിംഗ് ലൈറ്റ് കത്തുക. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ പിന്നീട് വണ്ടി ഓടിക്കാൻ സാധിച്ചാലും ഓടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ECM എല്ലാം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഷോർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ അപ്പം തന്നെ സംഭവിച്ചെന്ന് വരില്ല. ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിലായിരിക്കും ഇങ്ങനെയുള്ള ECM പോലെയുള്ള സാധനങ്ങളൊക്കെ പോകാൻ ചാൻസ്. ആറാമത്തെ പോയിൻ്റ്, നമ്മൾ കുറച്ച് നാൾ വാഹനം ഓടിക്കാതിരുന്നാൽ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വീല് സ്റ്റക്കായി പോകുക. അതായത് 1-2 ആഴ്ച ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് വീല് സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീല് സ്റ്റക്കായി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നീണ്ടൊരു പാട് തന്നെ കാണാൻ പറ്റും, ടയർ ഉരഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടും പിന്നോട്ടും 3-4 തവണ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുക. ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വീൽ അഴിച്ചതിന് ശേഷം ഒരു ഹാമർ ഉപയോഗിച്ച് 3-4 തവണ തട്ടി ഒന്ന് കറക്കി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വീൽ സ്റ്റക്കാവുന്നത് ശരിയാവും. ഇനി 7ാമത്തെ കാര്യം, നമ്മുടെ വാഹനം ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കുക. കൃത്യമായിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാർണിംഗ് ലൈറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ചിലപ്പോൾ ഓവർ ഹീറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഓവർ ഹീറ്റിൻ്റെ വാർണിംഗ് ലൈറ്റൊക്കെ കത്തുക. അപ്പോൾ നമ്മൾ വാർണിംഗ് ലൈറ്റ് വല്ലതും കത്തുന്നുണ്ടോ എന്ന് ഒരു ദിവസം മുഴുവൻ ഒന്ന് ശ്രദ്ധിക്കുക. 8ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാഹനത്തിന് ആവശ്യമായ പെട്രോള്, എയർ എന്നിവ നിറയ്ക്കുക. എയർ അടിച്ചതിന് ശേഷം വാൽവ് ട്യൂബിൽ നിന്ന് ലീക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക.